അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ തഫ്ഹീമു തിലാവ എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതാം. അപ്പോൾ താഴെ ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡാഷ് റബുൻ എന്നാണ് നൽകിയത്. ഡാഷ് റബുൻ. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് എഴുതേണ്ടത്? ഉ എന്നുള്ള അക്ഷരമാണ്. അപ്പോൾ ഉറബുൻ. എന്താണ്? ഉറബുൻ. ഇനി രണ്ടാമത്തെ ഒരു ഡാഷ് ബിദുൻ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതും? ക എന്ന് എഴുതി കൊടുക്കും. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ കബിദുൻ എന്ന് വരും. ഇനി അടുത്തത് ഡാഷ് ഡാഷ് റുൻ. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ മർമറുൻ എന്ന് വരും. അവിടെ ആദ്യം മ എഴുതി കൊടുക്കുക, രണ്ടാമത്തെ വിട്ട ഭാഗത്ത് മ എഴുതി കൊടുക്കുക. അപ്പോൾ മർമറുൻ എന്ന് വരും. അടുത്തത് ഡാഷ് ബറുൻ. അപ്പോൾ നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? ഇ എന്നുള്ള വാക്കാണ്. അപ്പോൾ ഈ ബറുൻ എന്നാണ് അത് കൂട്ടി വായിക്കുമ്പോൾ വരിക. എന്താണ്? ഈ ബറുൻ. ഇനി അടുത്തത് ഡാഷ് മഖുൻ. അപ്പോൾ നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? സമഖുൻ. എന്താണ്? സമഖുൻ. ഇനി അടുത്ത പ്രവർത്തനം, രണ്ടാമത്തെ പ്രവർത്തനം ബോർഡിൽ നോക്കി എഴുതാം എന്നുള്ളതാണ്. ആ ബോർഡിൽ 4 വാക്കുകൾ നൽകിയിട്ടുണ്ട്. എന്താണ്? റജുലുൻ, കുത്തുബുൻ, വർദുൻ, ലൈലുൻ. ഒന്നാമത്തേത് റജുലുൻ, കുത്തുബുൻ, വർദുൻ, ലൈലുൻ. അപ്പോൾ അത് റജുലുൻ എന്നുള്ളത് ആദ്യത്തെ കോളത്തിൽ എഴുതുക, അതുപോലെ വർദുൻ എന്നുള്ളത് അതിന് നേരെ താഴെയുള്ള കോളത്തിൽ എഴുതുക, കുത്തുബുൻ എന്നുള്ളത് 3-ാമത്തെ കോളത്തിൽ എഴുതുക, ലൈലുൻ എന്നുള്ളത് 4-ാമത്തെ കോളത്തിൽ എഴുതുക. ഇനി അടുത്തത് അക്ഷരങ്ങൾ ചേർത്തു എഴുതാം. അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം. ഈ ത് ബുൻ. അപ്പോൾ അത് ചേർത്തി അവിടെ എഴുതി കൊടുക്കുക, ബോക്സിൽ എഴുതി കൊടുക്കുക. ഇത്ത് ബുൻ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ത മ റുൻ. അപ്പോൾ അത് തംറുൻ എന്ന് ചേർത്ത് എഴുതി കൊടുക്കുക. അടുത്തത് ല ബി നുൻ. ലബിനുൻ എന്ന് ചേർത്ത് എഴുതി കൊടുക്കുക. മി സ് കുൻ. അപ്പോൾ അത് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? മിസ്കുൻ എന്ന് വരും. ഇനി അടുത്ത പ്രവർത്തനം നിറം നൽകാം എന്നുള്ളതാണ്. ആ യാഇന് നിറം നൽകുക, ബാഇന് നിറം നൽകുക, ലാമിന് നിറം നൽകുക. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.